കരീബു സാന ഗ്ലിംസസ് ഓഫ് ആഫ്രിക്കയുടെ ആഫ്രിക്കൻ കാഴ്ചകളുടെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇവൻ്റെ പേര് വാറു ഡേവിഡ് എന്നാണ്. സൗത്ത് സുഡാനിൽ നിന്നാണ് പുള്ളി വന്നിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് യുഗാണ്ടയിലാണ്. ഞാനും വാറു ഡേവിഡും കൂടെ ചേർന്ന് അവൻ ജനിച്ചു വളർന്ന നാട്ടിലേക്കൊന്ന് പോവുകയാണ്. ആദ്യത്തെ എപ്പിസോഡിൽ സൗത്ത് സുഡാനാണ് ഞങ്ങൾ യുഗാണ്ടയിൽ നിന്ന് ഇപ്പോൾ ക്യാപ്ചർ ചെയ്യുന്നത്. സൗത്ത് സുഡാനിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. കം ലെറ്റ്സ് ഗോ ആൻഡ് സീ ദ ലൈഫ് ഓഫ് സൗത്ത് സുഡാൻ. ഞങ്ങളിപ്പോൾ യുഗാണ്ടയിൽ നിന്നും സൗത്ത് സുഡാൻ ബോർഡറിലുള്ള റെഫ്യൂജീസ് ക്യാമ്പിലേക്കുള്ള യാത്രയിലാണ്. സൗത്ത് സുഡാനിൽ നിന്നും വന്ന് വർഷങ്ങളായി എൻ്റെ കൂടെയുള്ള വാറു ഡേവിഡിൻ്റെ വീട് ലക്ഷ്യമിട്ടാണ് യാത്ര. ഞാൻ താമസിക്കുന്ന ഗുലു എന്ന സ്ഥലത്ത് നിന്ന് ഏതാണ്ട് 350 കിലോമീറ്ററോളം ദൂരമുണ്ട് ഈ യാത്രയ്ക്ക്. 200ഓളം കിലോമീറ്റർ നല്ല റോഡാണ്. യുണൈറ്റഡ് നേഷൻസും ചൈനയുമാണ് ഇവിടുത്തെ റോഡ് പണിത് കൊടുത്തത്. അതുകൊണ്ട് തന്നെ വളരെ മനോഹരമായാണ് റോഡ് പണിതിരിക്കുന്നത്. കിലോമീറ്ററുകളോളം കാണാൻ പറ്റുന്ന വിശാലമായ റോഡുകളാണ് യാത്രാമധ്യേ. 2001 ഈ റോഡ് പണിതത്. ബൈബിളിലെ മോശയെ ഒഴുക്കിവിട്ട ഈജിപ്തിൻ്റെ അലങ്കാരമായ നൈൽ നദിയുടെ ഉറവിടം യുഗാണ്ടയിലാണ്. ആ നൈൽ നദി മുറിച്ചു കടന്നാണ് നമ്മുടെ യാത്ര. നിങ്ങൾ കാണുന്നതാണ് പേൾ ഓഫ് ആഫ്രിക്ക എന്നറിയപ്പെടുന്ന യുഗാണ്ടയുടെ അഹങ്കാരമായ നൈൽ നദി. കറുമ എന്നാണ് ഈ നൈൽ നദി വധിക്കുന്ന സ്ഥലത്തെ അറിയപ്പെടുന്നത്. ആ വാക്ക് കിട്ടാനായിട്ടുള്ള കാരണം നൈൽ തന്നെയാണ്. കാരണം കറുമ എന്ന വാക്കിൻ്റെ അർത്ഥം ഒരു വലിയ ആത്മാവെന്നാണ്, എ ഗ്രേറ്റ് സ്പിരിറ്റ്. ഇവിടെയുള്ള ഒരു വലിയ ആത്മാവാണ് ഈ നദി പതിക്കുന്നിടത്ത് ഈ പാറകൾ സ്ഥാപിച്ചതെന്നാണ് ഇവരുടെ പൂർവികന്മാർ കരുതിയിരുന്നത്. കാണുമ്പോൾ വളരെ വയലൻ്റ് ആയിട്ട് ഒഴുകുന്നതായി നമുക്ക് തോന്നും. അതിന് കാരണം ഇവിടുത്തെ കൂറ്റൻ പാറകളാണ്. വെള്ളം വന്ന് പതിച്ചൊഴുകുന്നത് ഈ കൂറ്റൻ പാറ ഇടുക്കിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ അപകടത്തിൽപ്പെടുന്ന വണ്ടികളെയും ആൾക്കാരെയും പിന്നെ കണ്ടുകിട്ടാറില്ല. കഴിഞ്ഞ വർഷം നിയന്ത്രണം തെറ്റി വീണ ഒരു ട്രക്കിൻ്റെയും ഡ്രൈവറിൻ്റെ അവശിഷ്ടം ഇന്നും കണ്ടുകിട്ടിയിട്ടില്ല. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നദികളിലൊന്നാണ് നൈൽ. ഏതാണ്ട് 3 കോടി വർഷങ്ങൾക്ക് മുൻപാണ് ഈ നദിയുടെ ഉത്ഭവം എന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. ഇവിടുത്തെ ഫോട്ടോസും വീഡിയോസും എടുക്കുന്നത് അനുവദനീയമല്ലാത്തതുകൊണ്ട് അധികം ഷൂട്ട് ചെയ്യുന്നില്ല. ഒടുവിൽ 250 കിലോമീറ്ററുകളോളം താണ്ടി യുഗാണ്ടയുടെ എൻഡിലെത്തിയിരിക്കുകയാണ്. ഇനിയുള്ള യാത്ര അത്ര എളുപ്പമല്ല. നൈലിന് ശേഷം 156 കിലോമീറ്റർ സഞ്ചാര ദൈർഘ്യമുള്ള വലിയ കാടുകൾ താണ്ടി ഇപ്പോൾ യുഗാണ്ടയുടെ അയൽരാജ്യമായ സൗത്ത് സുഡാൻ ബോർഡറിനടുത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്ന് കോങ്ക എന്ന രാജ്യവും സൗത്ത് സുഡാനും വളരെ അടുത്താണ്. യുഗാണ്ടയെയും കോങ്കയെയും സൗത്ത് സുഡാനെയും ബന്ധിപ്പിക്കുന്ന സ്ഥലത്തെ സാലിയ മുസാല എന്നാണ് അറിയപ്പെടുന്നത്. ഇദി അമീൻ എന്ന ലോകം കണ്ട ക്രൂരനായ ഭരണാധികാരിയുടെ ജന്മനാടാണിത്. സാലിയ മുസാല എന്ന വാക്ക് കാക്കോ ഭാഷയാണ്. മുസാല എന്നാൽ 3 എന്നാണ് അർത്ഥം. സാലിയ എന്ന വാക്കിനർത്ഥം ഭക്ഷണം പാകം ചെയ്യുന്ന കല്ലെന്നാണ്. സാലിയ മുസാല എന്നാൽ 3 രാജ്യങ്ങൾ ഒന്നിച്ച് കഴിച്ചു കുടിക്കുന്ന സ്ഥലം എന്നാണ് അർത്ഥമാക്കുന്നത്. എനിക്കിവരുടെ ഭാഷ നന്നായി അറിയാം. ഇദി അമീൻ്റെ ബന്ധുക്കൾ പലരും ഇന്നും ഇവിടെ ജീവനോടെയുണ്ട്. അവരിൽ പലരുമായും എനിക്ക് ദൈർഘ്യകാല പരിചയമുണ്ട്. ഇനി 1 മണിക്കൂർ മഡ് റോഡിലൂടെയാണ് നമ്മുടെ യാത്ര. ഈ വഴിയിലൂടെ ഞാൻ ബൈക്കിൽ യാത്ര ചെയ്തിട്ടുണ്ട്. കാണുമ്പോൾ മഞ്ഞു മൂടിയ പാതയിലൂടെ യാത്ര ചെയ്യുന്നത് പോലെ തോന്നും. എന്നാൽ അത്ര എളുപ്പമല്ല ഈ റോഡിലൂടെയുള്ള യാത്ര. യുണൈറ്റഡ് നേഷൻസിൻ്റെ അധികാരത്തിലുള്ള സ്ഥലങ്ങളാണ് ഇവയൊക്കെ. UN സ്പെഷ്യൽ പെർമിഷൻ ഇല്ലാതെ ഇവിടെ പ്രവേശിക്കുന്നത് നിയമലംഘനമാണ്. 2020 എനിക്കിവിടെ പ്രവർത്തിക്കാനുള്ള പ്രത്യേക അനുമതി ലഭിച്ചതുകൊണ്ടാണ് ഇപ്പോൾ ഇതിനുള്ളിൽ പ്രവേശിക്കുന്നത്. മനുഷ്യനെ വിഴുങ്ങുവാൻ ശേഷിയുള്ള ആഫ്രിക്കൻ റോക്ക് പൈത്തൺ ഇനത്തിലുള്ള പെരുമ്പാമ്പുകൾ വളരെ വിരളമായും കുറ്റിക്കാടിനുള്ളിൽ കണ്ടുവരുന്നു.